ഇപ്പം നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടാവും അതിലെൻ്റെ രാധാറാണിയുടെ കാര്യം പറയാത്തത്. അപ്പോൾ അതായത് രാധാറാണി അത്രയും ഹമ്പിളായിട്ടുള്ള, അതായത് അത്രയും എളിമയുള്ള ഒരു ഭാവത്തിലാണ് ഭൂമിയിൽ വൃന്ദാവനത്തിൽ ജനിച്ചത്. അതായത് എല്ലാ ഗുരുക്കന്മാരോടും മുതിർന്ന ആളുകളോടും വളരെ ബഹുമാനം, എല്ലാവരെയും സ്നേഹിക്കുക, എപ്പോഴും സന്തോഷവതിയായിരിക്കുക, എല്ലാവരെയും സഹായിക്കുക, അങ്ങനെ ഒരു ഭാവമാണ് രാധാറാണിക്ക്. അപ്പോൾ ഭഗവത്ഗീതയിലൊന്നും ഭഗവാൻ പറയുന്നില്ലല്ലോ. ഭഗവാൻ അതിൽ അതായത് പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പോൾ അതിൽ പ്രകൃതിയെ പറ്റിയിട്ടും പ്രകൃതി ശക്തിയെ പറ്റിയിട്ടും ഭഗവാന്റെ പ്രകൃതി, അധമ പ്രകൃതി, ഉത്കൃഷ്ട പ്രകൃതി, ഇതിനെ പറ്റിയിട്ടൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. ഈ പറയുന്ന പ്രകൃതി എന്ന് പറയുന്നത് രാധാറാണിയാണ് പ്രകൃതി. അതായത് ഭഗവാനുള്ള എല്ലാ ശക്തിയുടെയും ഉത്ഭവം രാധാറാണിയിൽ നിന്നാണ്. ഈ ശക്തി മുഴുവനായിട്ടും വരുന്നത് രാധാറാണിയിൽ നിന്നാണ്. ശക്തി മുഴുവനായിട്ടും വരുന്നത്. അപ്പോൾ ഭക്തിഭാവത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ